നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, അമ്മ ശ്രദ്ധിച്ചോ? ആ രൂപേഷേട്ടനും ദർശനയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് സിറ്റിയിൽ വെച്ച് ഞാൻ അവരെ കണ്ടു. ഹോ, രണ്ടിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം. ഇനി കമ്പനി വല്ലതും വിൽക്കാൻ പരിപാടി ഉണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അമ്മ എന്താ മിണ്ടാതിരിക്കുന്നേ? അങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അത് തടയണം. പറ്റിച്ചിട്ടാണെങ്കിലും വെട്ടിച്ചിട്ടാണെങ്കിലും ആകെയുള്ള വരുമാനം ആ കമ്പനിയാണെന്നുള്ള കാര്യം മറക്കരുത്. എടീ, ഇതൊന്നുമല്ല. നാളെ ഇവിടെ ഒരു ആഘോഷം നടക്കാൻ പോവുക. ആഘോഷോ? എന്താഘോഷം? പിറന്നാൾ ആഘോഷം. ആരുടെ? മരുവത്തൂരിലെ കുടുംബനാഥ സുമംഗലത്തങ്കച്ചിയുടെ പിറന്നാൾ. ഞാൻ ജനിച്ച് ഇത്ര നാളായിട്ടും അപ്പച്ചി പിറന്നാൾ ആഘോഷിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അമ്മ വെറുതെ പറയുന്നതാ. വെറുതെ പറയുന്നതല്ല. നാളെ സുമംഗലയുടെ പിറന്നാളാ. നിന്റെ അപ്പച്ചി അതറിഞ്ഞ പിറന്നാൾ ആഘോഷം നടത്താൻ അനുവദിക്കില്ല. അതുകൊണ്ട് ആ രൂപേഷും അവന്റെ അച്ചിയും കൂടി സുമംഗല ചേച്ചി അറിയാതെ പിറന്നാൾ ആഘോഷം നടത്താനുള്ള തയ്യാറെടുപ്പില്ല. അമ്മായിയമ്മയുടെ പ്രീതി മൊത്തത്തിലങ്ങ് പിടിച്ചടക്കാൻ ദർശനയുടെ മാസ്റ്റർ ബ്രെയിൻ അത്. ആഹാ, അതിനുള്ള പ്ലാനാണോ? അങ്ങനെയാണെങ്കിൽ അത് മുടക്കണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അപ്പച്ചിയെ കണ്ട് കാര്യം പറയാം. ഞാൻ പോയിട്ട് വരാം. നിക്കവിടെ. നാളത്തെ പിറന്നാൾ ആഘോഷം നടക്കണം. അത് സുമംഗലയുടെ വെറുമൊരു പിറന്നാൾ മാത്രമായിരിക്കില്ല. സുമംഗലയുടെ അവസാനത്തെ പിറന്നാളായിരിക്കും. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അവസാനത്തെ പിറന്നാളോ? അതെടി, നാളെ നടക്കാൻ പോകുന്ന ബർത്ത്ഡേ സുമംഗലയുടെ ഡെത്ത് ഡേ ആയിരിക്കും. അതെങ്ങനെ? അമ്മ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നേ? ചില മിഷൻസിന് ഇറങ്ങുമ്പോ ആ ബറ്റാലിയനിലെ എല്ലാവരെയും മുൻകൂട്ടി കാര്യം അറിയിച്ചൊന്നും വരില്ല. പക്ഷേ ലക്ഷ്യം നേടി വിജയം ആഘോഷിക്കുമ്പോ എല്ലാവർക്കും തുല്യ സ്ഥാനമായിരിക്കും. അത് കൊള്ളാല്ലേ? ചോട്ടു, എങ്ങനെയുണ്ട് കേക്ക്? ബോസേ, സൂപ്പർ. നീ എന്താ ഇത്ര വൈകിയത്? അമ്പലത്തിൽ പോയി അമ്മയുടെ പേരില് ഒരു പുഷ്പാർച്ചന നടത്തി. അതാ വരാൻ വൈകിയത്. അഞ്ജു, ദർശനേ, ബർത്ത്ഡേ കേക്ക് എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? രൂപേഷേട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ പറ. അല്ല, ഈ വീട്ടില് ആരും എഴുന്നേറ്റില്ലേ? ഇതുവരെ ആരെയും പുറത്ത് കണ്ടില്ല. രൂപേഷേട്ടാ, ഇന്നലെ ഉറങ്ങാൻ ഇത്തിരി വൈകിയെങ്കിലും നമ്മുടെ ഡെക്കറേഷൻ കലക്കിയിട്ടുണ്ട് അല്ലേ? പിന്നല്ലാതെ. ഉറങ്ങാൻ വൈകിന്ന് പറഞ്ഞാ ഇവിടെ എല്ലാവരും ഉറക്കിയിട്ടല്ലേ നമ്മൾ ഈ ഡെക്കറേഷൻ പണി തുടങ്ങിയത് തന്നെ. അമ്മ ഇതെല്ലാം കാണുമ്പോ സർപ്രൈസ്ഡ് ആവും.
രൂപേഷേട്ടാ ആ. നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എടുത്തിട്ട് വരാം. ആ അത് ശരിയാണല്ലോ. വാ. എന്താ എഴുതാനാ? ആ ചോട്ട് പോ, ഞാൻ വരാം. ആ നിക്ക് ഒരു മിനിറ്റ്. കഥക് തുറന്നു കിടപ്പുണ്ട്. അമ്മ അകത്തുണ്ടെന്ന് തോന്നുന്നു. നമുക്കേ ഈ ഗിഫ്റ്റ് കൊടുത്തിട്ട് വരാം. ആ വാ. രൂപേഷേട്ടാ എന്തോ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പൊ അകത്തേക്ക് വരുന്നില്ല, ഞാൻ ഇവിടെ നിക്കാം. രൂപേഷേട്ടൻ മാത്രം അകത്തേക്ക് പോയി ഈ ഗിഫ്റ്റ് കൊടുക്ക്. ഞാൻ വന്ന എല്ലാം കൊളാവും. എന്നിട്ട് എങ്ങനെയെങ്കിലും അമ്മയെക്കൊണ്ട് ഈ സാരി ഉടുപ്പിക്കണം. അതിലാ രൂപേഷേട്ടനും മിടുക്ക്. അത് ഞാൻ നോക്കാം. പിന്നെ ബർത്ത്ഡേയുടെ കാര്യം പറയരുത്, പറഞ്ഞ എല്ലാം പൊളിയും. പിടിച്ച പൊക്കോ. ഇത് ഞാൻ പൊളിക്കും. എന്താ? അല്ല, നമ്മള് പൊളിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. ഓക്കെ ഓക്കെ, ചെല്ല് ചെല്ല് വേഗം. അമ്മേ, എന്താ മോനെ? ഞാനേ അമ്മയ്ക്ക് ഈ സമ്മാനം തരാൻ വന്നതാ. സമ്മാനോ? ആ. എന്തിന്? അത് വെറുതെ. വെറുതെ ഒരു സമ്മാനം? മോൻ കാര്യം എന്താന്ന് പറ. ഈ സമ്മാനം അമ്മയ്ക്ക് പറ. അപ്പൊ രണ്ടുപേരും ഉണ്ടായിരുന്നു. അല്ല, എന്തിനാ ഇപ്പൊ സമ്മാനം? അത് അമ്മേ, രൂപേഷേട്ടൻ ഓഫീസിൽ പോകാൻ തുടങ്ങിയില്ലേ, അതിന്റെയാ. അതേമ്മേ, അതിന്റെ ഇത്. അല്ല, എന്താ ഇപ്പൊ ഇതിനകത്ത്? അത് അമ്മ തന്നെ നോക്ക്. എങ്ങനെയാട്ടമ്മേ, ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്, നല്ല സെലക്ഷൻ. ഇതിത്ര ഈസി ആയിട്ട് അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും. ഇത് സാക്ഷാൽ കാലൻ തന്നെ സുമംഗലയുടെ കഥ തീർക്കാൻ തീരുമാനിച്ചത് പോലെയുണ്ട്. അല്ല ഗിരിജെ, ഇതെന്താ ചെയ്യാ? ഇതേ നിന്റെ റൂമിൽ വെച്ചേക്ക്. അല്ല, അയ്യോ,